അല്ല, മോൾ അമ്പലത്തിൽ പോവാറില്ലേ? എന്തിന്? ശ്രീകോവിൽ നമ്മുടെ ഹൃദയം തന്നെയല്ലേ അമ്മേ? എന്റെ ദൈവമേ, ഇവളൊരു ജ്ഞാനിയും എന്റെ മകനൊരു അജ്ഞാനിയും ആണല്ലോ. എന്തൊരു കഷ്ടമാണ്. ഉറങ്ങിപ്പോയി. താണക്കേട്. നന്ദനയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? ഗുഡ് മോർണിംഗ് ദീപേട്ടാ. സോറി, ഐ എം എക്സ്ട്രീംലി സോറി നന്ദു. ക്ഷീണം കാരണം ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അതൊന്നും സാരില്ല ദീപേട്ടാ. വെളുപ്പിന് 3:30 കഴിഞ്ഞപ്പോഴാ ദീപേട്ടൻ ഉറങ്ങി. പിന്നെ മനുഷ്യൻ ഉറങ്ങണ്ടേ? ഞാൻ ഉറങ്ങിയത് വെളുപ്പിന് 3 മണിക്കോ? അതെ, ആ സമയത്ത് ഞാൻ ഫോണിൽ നോക്കി. കൃത്യം 3:35. ഞാൻ ഇവിടെ വന്ന് 10 മിനിറ്റ് അങ്ങ് ഉറങ്ങിപ്പോയല്ലോ. ഒരു തുള്ളി വെള്ളം അടിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ടെന്താ ഒന്നും ഓർക്കാൻ പറ്റാത്തെ? എന്നെ ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചില്ല ദീപു. ഇങ്ങനൊരു കുട്ടിക്കുറുമ്പൻ. പകല് കാണുന്ന ആള് വല്ലതുമാണോ ദീപേട്ടൻ? എനിക്കെന്താ പറ്റിയത്? ഒന്നും ഓർമ്മയില്ലല്ലോ. ഇവിടെ എന്തൊക്കെയായി പറയുന്നേ? കാട്ടാന കരിമ്പൻ തോട്ടത്തിൽ കയറിയതുപോലെ ആയിരുന്നു. എന്താ ഒരു ബഹളം. ദീപേട്ടൻ ഇത്രയും പെൺകുട്ടികളുമായിട്ട് അടുപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ തന്നെ നക്ഷത്രം എണ്ണിപ്പോയി. പാർവതി, സുസ്മിത, അശ്വതി, മരിയ, സുനിത. അല്ല, അങ്ങനെയൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോ? വിളിച്ചു പറഞ്ഞോന്നോ? എന്തൊക്കെ കഥകളാ പറഞ്ഞേ? ഏതോ ഒരു കുട്ടിയുടെ ആങ്ങളമാരെല്ലാരും കൂടി എടുത്തിട്ട് അലക്കിയ കാര്യം വരെ എന്നോട് പറഞ്ഞു. ഫസ്റ്റ് നൈറ്റിന്റെ ആ ഒരു ത്രില്ലില് ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി. തുടരുത്. ഞാൻ കുളി കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ ദീപേട്ടാ. ഇനി എന്തെല്ലാം പരിപാടികളുണ്ടെന്നറിയോ? എന്ത് പരിപാടി? പൂജാമുറിയിൽ വിളക്ക് കൊളുത്തണം, തുളസിത്തറയിൽ വിളക്ക് വെച്ച് വലം വെക്കണം, സൂര്യ നമസ്കാരം ചെയ്യണം. അത് കഴിഞ്ഞ് ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ജ്ഞാനപ്പാന, ശിവപഞ്ചാക്ഷരി. പ്രാർത്ഥനകൾ അങ്ങനെ കിടക്കല്ലേ. എന്നാ പിന്നെ വല്ല അമ്പലത്തിൽ പോയി ഭജന ഇരുന്നാ പോരെ? എന്തിനാ കല്യാണം കഴിക്കുന്നത്? നിന്നെ ഇട്ട് ഞാൻ വട്ടം ചുറ്റിക്കും. ഇന്നലെ രാത്രി ഉറക്ക ഗുളിക തന്ന് ഉറക്കിയതുപോലെ ഇന്നും ഞാൻ ഓർക്കും. എന്റെ ദേഹത്ത് തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നന്ദു, ഈ പ്രാർത്ഥനയൊക്കെ ഒന്ന് കുറയ്ക്കോ? അയ്യോ ദീപേട്ട, പ്രാർത്ഥനയല്ലേ പ്രധാനം. ഫാമിലി ലൈഫിനൊക്കെ രാത്രി സമയം കിടക്കല്ലേ. ഈ ദീപേട്ട കുഞ്ഞു കുറുമ്പൻ, ഒരു നാണമില്ല ഇവന്. നന്ദു, കയറ് പൊട്ടിച്ചോടുന്ന പശുവിനെ പോലെ ഉണ്ടല്ലോ. എന്തായാലും നന്നായി. ആ മുകളിലത്തെ മുറിയിൽ കിടക്കുന്ന തൊട്ടില് തട്ടിക്കൊടഞ്ഞൊന്ന് എടുക്കണം. അച്ചമ്മയാകാനുള്ള സമയമായി.
മോനെ പ്രതാപ, ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേച്ചി. അതെ പ്രതാപ, വല്യമ്മാവ സുപ്രഭാതം വല്യമ്മാവ. സുപ്രഭാതം മോളെ. സുപ്രഭാതം അമ്മേ. സുപ്രഭാതം. ഉം. പുത്തനച്ചി പുറപ്പുരം വരം, ഇങ്ങനെയാ പഴമൊഴി. ഇതും അത് തന്നെയാണോ? ഇതെവിടുന്ന ഈ കൗസല്യ സുപ്രഭാതം കേൾക്കുന്നത്? അത് എന്റെ കയ്യിൽ നിന്നാ വല്യമ്മാവ. ഞാൻ വെളുപ്പിന്, അതായത് ബ്രഹ്മയാമം മുതല് സുപ്രഭാതം കേക്കും. നീ അമേരിക്കയിലായിരുന്നല്ലേ പറഞ്ഞത്? അവിടെ വെച്ചാ ഇത് തുടങ്ങിയത്. സായിപ്പിന്റെ നാട്ടിൽ ചെന്ന് താമസിച്ചിട്ട് സംസ്കൃത ഭക്തിഗാനം കേൾക്കുന്നു. ബ്രഹ്മയാമവും സരസ്വതിയാമവും കഴിഞ്ഞ് നേരം പുലർന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ ഞാൻ ഭക്തിമാർഗമാ. അല്ല, മോൾ അമ്പലത്തിൽ പോവാറില്ലേ? എന്തിന്? ശ്രീകോവിൽ നമ്മുടെ ഹൃദയം തന്നെയല്ലേ അമ്മേ? എന്റെ ദൈവമേ, ഇവളൊരു ജ്ഞാനിയും എന്റെ മകനൊരു അജ്ഞാനിയും ആണല്ലോ. കുഴയോ? ചായ എങ്ങനെയുണ്ട് വല്യമ്മാവ? നല്ല ചായ, നന്നായിട്ടുണ്ട്. ഇത് ജിഞ്ചർ ടീയാ. ഇനി മുതൽ വല്യമ്മാവനും അമ്മയ്ക്കും ദീപേട്ടനും ഞാൻ തരാൻ പോകുന്നത് ജിഞ്ചർ ടീ ആയിരിക്കും. അല്ല, ഈ ജിഞ്ചർ ടീയുടെ പ്രത്യേകത എന്താ? ഇഞ്ചി ഏറ്റവും നല്ല മെഡിസിൻ അല്ലേ? കൊറോണയെ വരെ തോൽപ്പിക്കാൻ ഇത് സഹായിച്ചില്ലേ? അത് മാത്രല്ല, നല്ല വിശപ്പുണ്ടാവും. രുചിയോടെ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. നിങ്ങൾ രണ്ടുപേരും അവരവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നവരാ, അത് കണ്ടാൽ തന്നെ അറിയാം. എങ്കിലും ഞാൻ പറയുക, രാവിലെ ഒരു 30 മിനിറ്റെങ്കിലും രണ്ടുപേരും നടക്കണം. ഞാൻ നടക്കാറുണ്ട്. വല്യമാവിന് ഷുഗർ ഉണ്ടോ? ഇല്ല. കൊളസ്ട്രോളോ? ഇല്ല. ലേശം പ്രഷറുണ്ട്, അതിന് മെഡിസിൻ കഴിക്കുന്നുണ്ട്. എങ്കിലും ഉടനെ രണ്ടുപേരും ഒരു ഫുൾ ചെക്കപ്പ് നടത്തണം. എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അയ്യോ, മറ്റുള്ളവർക്ക് ബെഡ് കോഫി കൊടുത്തില്ല. ദീപക്കിനൊഴിച്ച് മറ്റുള്ള ആർക്കും നീ ബെഡ് കോഫി കൊടുക്കണ്ട. അത് അവരവര് തന്നെ വന്നെടുത്ത് കുടിച്ചോളും. അല്ല, ഋതുമോളെവിടെ? അവളൊക്കെ ഈ സമയത്ത് എഴുന്നേക്കോ? കാലയിലോട്ടും തലയിലോട്ടൊക്കെ വെയിലടിക്കണം, എന്നാലേ എഴുന്നേറ്റ് വരൂ. ഒരു വീടിന് തന്നെ ഐശ്വര്യക്കേടാ അതൊക്കെ. കണ്ടില്ലേ, അമേരിക്കയിൽ വളർന്ന കൊച്ചാ, എന്നിട്ടും അതിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ കണ്ടില്ലേ?